ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പാഠഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസത്തെക്കുറിച്ചാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ് ദറ്റ് ഫൗണ്ട് ഇൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ്. നമ്മുടെ ചുറ്റുപാടും കാണപ്പെടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓർഗാനിസംസിലുള്ള പലതരത്തിലുള്ള അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സിനെ കുറിച്ചും അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസംസിനെ കുറിച്ചാണ്. അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് അഡ്വാൻസ്ഡ് കാറ്റഗറി ഓഫ് ഓർഗാനിസംസ് ആണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ പ്ലാന്റ്സിൽ നമ്മളിപ്പോൾ സാധാരണ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ റീപ്രൊഡക്ഷൻ മെക്കാനിസം ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ പ്ലാന്റ്സിൽ അനിമൽസിനെ നിന്ന് വ്യത്യസ്തമായിട്ട് പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസംസിനെ കുറിച്ച് പറയുന്നു. അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടേമാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബിക്കോസ് ദാറ്റ് ഓൾസോ ടേക്സ് പ്ലേസ് ഫ്രം എ സിംഗിൾ പാരൻറ്റ്, അല്ലേ? ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്ന് നടക്കുന്നത് കൊണ്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെയും ഒരു ടൈപ്പ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന മെക്കാനിസത്തെക്കുറിച്ച്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ റണ്ണർ, സക്കർ, സ്റ്റോളൻ, ഓഫ്സെറ്റ്, ബൾബ്, ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ the structures which are produced by some of the plants for their reproduction mechanisms, അല്ലെങ്കിൽ specialized structures produced by the plants for their reproduction mechanisms, and such structures are called vegetative propagules. അതായത് ആ റീപ്രൊഡക്ഷൻ മെക്കാനിസത്തിനെ വിളിക്കുന്ന പേര് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്നും അതിനെ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേര് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്നുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ച എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അപ്പോൾ ജിഞ്ചർ എന്ന് പറയുന്ന, റൈസോം എന്ന് പറയുന്ന ടൈപ്പിന് എക്സാമ്പിളായിട്ട് ജിഞ്ചർ പഠിച്ചു. അതുപോലെ സ്റ്റെം ട്യൂബർ, പൊട്ടറ്റോ, അതുപോലെ ഓഫ്സെറ്റ് എന്ന് പറയുന്നതിന് വാട്ടർ ഹയാസിന്ത്, അതുപോലെ ബൾബിൽ അഗാം എന്ന് പറയുന്ന ഒരു സ്പീഷീസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് പഠിച്ചതാണ്. അതുപോലെ ലീഫ് ബഡ്സ്, അതായത് ഇലമുളച്ചി, ബ്രയോഫിലം എന്ന് പറയുന്ന പ്ലാന്റിൽ ലീഫ് ബഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടും അത് പിന്നീട് ഒരു പുതിയ ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്ന, ഓഫ്സെറ്റ് എന്ന് പറയുന്ന ടൈപ്പ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡിൽ ഈ വാട്ടർ ഹയാസിന്ത്, അതായത് അതിനെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ടെറർ ഓഫ് ബംഗാൾ എന്നാണ്. കാരണം ഇതൊരു അക്വാട്ടിക് പ്ലാന്റ് ആണ്, അക്വാട്ടിക് വീഡാണ്, ശരിക്കും ഒരു കളയാണിത്. അതായത് വാട്ടറിൽ ഇത് വളരെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ്, ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ദ ഷേപ്പ് ഓഫ് ലീവ്സ്, വളരെ മനോഹരമായിട്ടുള്ള ഇലകളും പൂക്കളും അതോടൊപ്പം തന്നെ അതിൻ്റെ ഇലകളുടെയൊക്കെ പ്രത്യേകത വളരെ ഭംഗിയുള്ളതാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് വാട്ടറിൽ സ്പ്രെഡ് ചെയ്യും. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കംപ്ലീറ്റ്ലി കൺസ്യൂംസ് ദ ഓക്സിജൻ ഫ്രം ദ വാട്ടർ. അതായത് വെള്ളത്തിലുള്ള ഓക്സിജനെ പൂർണ്ണമായിട്ടും ഇത് കൺസ്യൂം ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ട് മറ്റുള്ള അക്വാട്ടിക് ഓർഗാനിസംസിൻ്റെ ഡെത്തിന് കാരണമായിട്ട് മാറുകയും ചെയ്യും. വാട്ടർ ഹയാസിന്ത് എന്നാണ് ആ പ്ലാന്റിൻ്റെ പേര്. അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊപ്പഗ്യൂളിലാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിൽ, ഇപ്പോൾ പൊട്ടറ്റോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു സ്റ്റെം ട്യൂബർ, അതുപോലെ ജിഞ്ചർ ആണെന്നുണ്ടെങ്കിൽ റൈസോം, അതുപോലെ ബൾബിൽ അഗാം എന്ന് പറയുന്ന സ്പീഷീസിൽ ബൾബിൽ, ബ്രയോഫിലം, ലീഫ് ബഡ്സ്. സോ ഓൾ ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ്, സ്പെഷ്യലൈസ്ഡ് അസെക്ഷുവലി റീപ്രൊഡ്യൂസിങ് സ്ട്രക്ചേഴ്സ്, ദറ്റ് ഈസ് വാട്ട് vegetative propagules, and these vegetative propagules are responsible for producing their young ones, അല്ലെങ്കിൽ അതിൻ്റെ ഓഫ്സ്പ്രിങ്സിനെ, അതിൻ്റെ ഒരു നെക്സ്റ്റ് ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൻ്റെ റീപ്രൊഡക്ഷൻ മെക്കാനിസംസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ സ്ട്രക്ചേഴ്സ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ സിമ്പിളായിട്ട് പറയുന്നു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നതും ഒരു ടൈപ്പ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസം ആണ്. കാരണം അതും ഒരു സിംഗിൾ പാരൻറ്റിൽ നിന്നായിരിക്കും സാധാരണയായിട്ട് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഈസ് എ ടൈപ്പ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ that also takes place from a single parent. Okay.
അപ്പോൾ ഇത്രയുമായപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ടാമത്തെ ഫേസ് ആയിട്ടുള്ള സെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവിടെ രണ്ട് പാരൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. അതായത് ഈ രണ്ട് പാരൻറ്റിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗാമീറ്റ്സ്. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇറ്റ് ഇൻവോൾവ്സ് ദ ഫോർമേഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ്. രണ്ട് ഗാമീറ്റ്സ്, രണ്ട് ലിംഗകോശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ രണ്ട് ഗമീറ്റ്സും ഐദർ ഫ്രം ദ സെയിം ഇൻഡിവിജ്വൽ ഓർ ബൈ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ്. ഒന്നുകിൽ ഒരേ ഇൻഡിവിജ്വലിൽ നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓപ്പോസിറ്റ് സെക്സിൽ വരുന്ന രണ്ട് ഇൻഡിവിജ്വൽസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സ് ദ ഗമീറ്റ്സ് ദറ്റ് ഫ്യൂസസ്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ദെയർ ഫോംസ് എ സൈഗോട്ട്. അവിടെ ഒരു സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം ഉണ്ടാകുന്നു. ഈ സൈഗോട്ടാണ് പിന്നീട് ഒരു പുതിയ ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഹൈലി ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി ഇലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ് ശരിക്കും സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. കാരണം അവിടെ രണ്ട് പാരൻ്റ് വരുന്നുണ്ട്. ഈ രണ്ട് പാരൻ്റ് ഐദർ ഇറ്റ് ഈസ് ഫ്രം ദ സെയിം ഇൻഡിവിജ്വൽ ഓർ ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. അപ്പോൾ ആ രണ്ട് പാരൻറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗമീറ്റ്സ്, അതായത് മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ ഗമീറ്റ്സ്, ഈ ഗമീറ്റ്സ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഫ്യൂസ് ചെയ്യുന്ന ഗമീറ്റ്സ് അല്ലെങ്കിൽ ആ ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഫോം ചെയ്യപ്പെടുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈഗോട്ട്. ആ സൈഗോട്ടാണ് ഒരു ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വ്യത്യാസമായിട്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻസ്. അത് പാരൻറ്റിനോട് സിമിലർ ആയിരിക്കില്ല. അസെക്ഷുവലിൽ നമ്മൾ പറഞ്ഞ എന്താണ്, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ അവിടെ ഫോം ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സ് എന്ന് പറയുന്നത് ദേ ആർ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ടു ദെയർ പാരൻസ്. നമ്മൾ ക്ലോൺസ് എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ടാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്, അല്ലേ? പക്ഷേ ഇവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആസ് എ റിസൾട്ട് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ദ ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ്ഡ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻസ്. പാരൻസിന് സിമിലർ ആയിരിക്കില്ല. പക്ഷേ മറ്റൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ രണ്ട് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുന്നത് കൊണ്ട് ആ രണ്ട് പാരൻസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആരിലേക്ക്, ഈ പറയുന്ന ഓഫ്സ്പ്രിങ്സിലേക്ക് ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ ശരിക്കും ജനറ്റിക് വേരിയേഷൻസ് ഫോം ചെയ്യുന്നത്, ജനിതകപരമായി വ്യത്യാസങ്ങളോടുകൂടിയ ഓഫ്സ്പ്രിങ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എല്ലായ്പ്പോഴും എന്തിലാണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ. കാരണം രണ്ട് പാരൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ ആ രണ്ട് പാരൻസിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ്സ്പ്രിങ്സിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാം, അല്ലേ? അപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ്സ്പ്രിങ്സ് ശരിക്കും എന്തായിരിക്കും, രണ്ട് പാരന്റിന്റെയും ഫീച്ചേഴ്സോട് കൂടിയതായിരിക്കും. എന്ന് പറഞ്ഞാൽ ജനറ്റിക്കലി വേരിയന്റ്, അല്ലെ, ജനിതകപരമായിട്ട് വ്യത്യാസങ്ങളോട് കൂടിയതാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ദ ഇൻവോൾവ്മെന്റ് ഓഫ് ടു പാരൻസ്, രണ്ട് പാരൻസ് മെയിലും ഫീമെയിലും പാരൻസിൻ്റെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. ഈ രണ്ട് പാരൻസ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. സൈഗോട്ട് എന്താണ്, എംബ്രിയോ ആയിട്ടും അത് പിന്നെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് അവിടെ ഫോം ചെയ്യപ്പെടുന്ന ഇൻഡിവിജ്വൽസ് ജനറ്റിക്കലി വേരിയൻ്റ് ആയിരിക്കും. മാത്രമല്ല ദീസ് ഓഫ്സ്പ്രിങ്സ് ആർ നോട്ട് ഐഡൻറ്റിക്കൽ. അതായത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പാരൻസിനോട് സിമിലർ ആയിരിക്കണം എന്നും ഇല്ല. ഇതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ശരി, അപ്പോൾ ഇങ്ങനെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഓർഗാനിസംസിൽ ചില പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ്, ഇപ്പോൾ എല്ലാ ഓർഗാനിസംസിനും പെട്ടെന്ന് ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതിന് മുൻപ് ദ ഓർഗാനിസം ഇറ്റ് മസ്റ്റ് അറ്റൈൻ എ സർട്ടൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി. അത് ഒരു പ്രത്യേകമായിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള പീരീഡ് ഓഫ് ഗ്രോത്തിന് നമ്മളൊരു പേര് വിളിക്കും. ഇതിനെ വിളിക്കുന്ന പേര് ജുവനൈൽ ഫേസ് എന്നാണ്. എന്താണ് ജുവനൈൽ ഫേസ്? അതായത് ദ ഓർഗാനിസംസ് മസ്റ്റ് റീച്ച് എ സർട്ടൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി ബിഫോർ ദേ റീപ്രൊഡ്യൂസ് സെക്ഷുവലി ആൻഡ് ദ പീരീഡ് ഓഫ് ഗ്രോത്ത് ഈസ് കോൾഡ് ജുവനൈൽ ഫേസ്. അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നതിന് മുൻപ് ഒരു പ്രത്യേകമായിട്ടുള്ള ഗ്രോത്ത് അല്ലെങ്കിൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം. ആ പീരീഡ് ഓഫ് ഗ്രോത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജുവനൈൽ ഫേസ്. ഇതിനെ തന്നെ നമ്മൾ പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ പ്ലാന്റ്സിലെ വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. So, the organisms should attain a certain stage of growth and maturity before they reproduce sexually, and it is called the juvenile phase. And in plants it is called vegetative phase. അതായത് പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെ പറയുന്നത് വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ,
അതായത് ജുവനൈൽ ഫേസിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ദ എൻഡ് ഓഫ് ജുവനൈൽ ഫേസ് ഓർ വെജിറ്റേറ്റീവ് ഫേസ് ഈസ് ദ ബിഗിനിങ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ഇപ്പോൾ നമുക്ക് മറ്റു ചില എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ചില പ്ലാന്റ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്ലാന്റ്സും അതിൻ്റെ ഫ്ലവറിങ് എന്ന് പറയുന്നത് ഒരേപോലെയല്ല. ഇപ്പോൾ ചില പ്ലാന്റ്സ് സീസണലായിട്ട് അപ്പോൾ ഫ്ലവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് ഫ്രൂട്ട്സും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് അല്ലേ. ഇപ്പോൾ ചില പ്ലാന്റ്സ് നമ്മൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പ്ലാന്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മാംഗോ, ആപ്പിൾ, ജാക്ക് ഫ്രൂട്ട് ഇതൊക്കെ സീസണലായിട്ട് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സ് ആണ് അല്ലേ. ഇപ്പോൾ ചില പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇയറിൽ ത്രൂ ഔട്ടായിട്ട് ഫ്ലവർ ചെയ്യും. ഇപ്പോൾ ബാംബു എന്ന് പറയുന്ന മുള എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം ഫ്ലവർ ചെയ്യുന്ന, അതായത് അതിൻ്റെ ഫ്ലവറിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓവറോൾ ലൈഫ് സ്പാൻ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരിക്കൽ മാത്രം ഫ്ലവർ ചെയ്യുന്ന ഒരു സ്പീഷീസാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നീലക്കുറിഞ്ഞി എന്ന് പറയുന്നത് ഹില്ലി ഏരിയാസിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഹൈ റേഞ്ച് ഏരിയയിൽ കാണപ്പെടുന്ന സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് പറയുന്ന സയൻറ്റിഫിക് നെയിമിൽ സയൻറ്റിഫിക് നെയിമിൽ അറിയപ്പെടുന്ന നീലക്കുറിഞ്ഞി. അത് 12 വർഷത്തിൽ ഒരിക്കലാണ് ബൾക്ക് ഫ്ലവറിങ് സാധാരണയായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റ്സും അല്ലെങ്കിൽ എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫ്ലവറിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരേപോലെ ആയിരിക്കില്ല. അത് ഓരോ പ്ലാന്റ് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഓർഗാനിസംസിൽ വരുമ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിലായിരിക്കും സാധാരണയായിട്ട് ഫ്ലവറിങ് പ്രൊസീജിയർ കാണിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞ ബാംബുവും അതുപോലെ തന്നെ ഈ പറയുന്ന നീലക്കുറിഞ്ഞി, ഇതിൻ്റെ സ്ട്രോബിലാന്തസ് കുന്തിയാന, ഈ പറയുന്ന പ്ലാന്റ്സ് ഒക്കെ അതിന് ഏറ്റവും ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ്സിനെ പോലെ നമ്മൾ ആനിമൽസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൗൾട്രി ബേർഡ്സ്, അതായത് നമ്മൾ ഈ പറയുന്ന കോഴി, താറാവ് ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ എടുത്ത് നോക്കിയാൽ അത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ എഗ് ലൈയിങ് ഓർഗാനിസംസ് ആണ് അല്ലേ. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഈ ഫ്രോഗ്, ലിസാർഡ് അങ്ങനെയുള്ളതിനെയൊക്കെ എടുത്ത് നോക്കിയാൽ അത് സീസണലായിട്ട് എഗ്, അതായത് മുട്ടയിടുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഈ രണ്ട് കേസുകളും, അതായത് റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൗൾട്രി ബേർഡ്സിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മളത് റീപ്രൊഡക്റ്റീവ് പർപ്പസ് എന്നതിലുപരി ഒരു ഹ്യൂമൻ വെൽഫെയറിനുള്ള ഒരു കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ എന്നുള്ള പർപ്പസിലാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഫീമെയിൽസ് ഓഫ് പ്ലാസെന്റൽ ആനിമൽസ് ദേ എക്സിബിറ്റ് some of the special type of cyclical changes due to the activity of ovary, accessory ducts as well as hormones during their reproductive phase. അതായത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഓവറിയുടെയോ അതോടൊപ്പം തന്നെ ആക്സസറി ഡക്സിൻ്റെയും അതോടൊപ്പം തന്നെ ഹോർമോണൽ ആക്ടിവിറ്റിയും കൊണ്ട് ചില പ്രത്യേകമായിട്ടുള്ള സൈക്ലിക്കൽ ചേഞ്ചസ്, ചാക്രികമായിട്ടുള്ള മാറ്റങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സൈക്ലിക്കൽ ചേഞ്ചസ്, റീപ്രൊഡക്റ്റീവ് ഫേസിൽ സൈക്ലിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. അത് പ്രൈമേറ്റ്സിലാണെന്നുണ്ടെങ്കിൽ, പ്രൈമേറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ മങ്കി, ഏപ്സ്, ഹ്യൂമൻസ് ഇതൊക്കെ പ്രൈമേറ്റ്സ് ആണ്. അപ്പോൾ പ്രൈമേറ്റ്സിലാണ് ഇങ്ങനെയുള്ള സൈക്ലിക്കൽ ചേഞ്ചസ് കാണിക്കുന്നത് എങ്കിൽ അതിനെ വിളിക്കുന്ന പേര് മെൻസ്ട്രൽ സൈക്കിൾ എന്നും, ഇങ്ങനെയുള്ള സൈക്ലിക്കൽ ചേഞ്ചസ് നോൺ പ്രൈമേറ്റ്സിലാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സാധാരണയായിട്ട് നോൺ പ്രൈമേറ്റ്സ് ഓർഗാനിസംസ് ആയിട്ട് പറയുന്ന കൗ, ഷീപ്പ്, ഡിയർ, ഡോഗ്, ടൈഗർ ഇങ്ങനെയുള്ള നോൺ പ്രൈമേറ്റ്സിലാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഈസ്ട്രസ് സൈക്കിൾ എന്നുമാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള 2 സൈക്കിൾസ് ഈ ഒരു റീപ്രൊഡക്ഷൻ മെക്കാനിസം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 2 സൈക്കിൾസ് ആണ്. ഒന്ന് ഈസ്ട്രസ് സൈക്കിളും 2 മെൻസ്ട്രൽ സൈക്കിളും. വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഞാൻ പറഞ്ഞു, the cyclical changes that takes place in primates, it is called a menstrual cycle and non-primates is called estrous cycle. ഇനി എന്തുകൊണ്ടാണ് ആ സൈക്ലിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്? The cyclical changes that occurs due to the activity of ovary, accessory ducts as well as hormones during their reproductive phase. അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഓവറിയുടെയും ആക്സസറി ഡക്സിൻ്റെയും ഹോർമോൺസിൻ്റെയും ആക്ടിവിറ്റി കൊണ്ട് ചില പ്രത്യേകമായിട്ടുള്ള സൈക്ലിക്കൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന സൈക്ലിക്കൽ ചേഞ്ചസ് പ്രൈമേറ്റ്സ്, ഞാൻ പറഞ്ഞ പോലെ മങ്കി, ഹ്യൂമൻസ് ഇങ്ങനെയുള്ള പ്രൈമേറ്റ്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് മെൻസ്ട്രൽ സൈക്കിൾ എന്നും, നോൺ പ്രൈമേറ്റ്സ് അതായത് കൗ, ഷീപ്പ്, ഡോഗ് ഇങ്ങനെയുള്ള നോൺ പ്രൈമേറ്റ് ആയിട്ടുള്ള ഓർഗാനിസംസിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഈസ്ട്രസ് സൈക്കിൾ എന്നും ആണ്. അപ്പോൾ ഈ പറയുന്ന സൈക്ലിക്കൽ ചേഞ്ചസിനെ ബേസ് ചെയ്തുകൊണ്ട് ഓർഗാനിസംസിനെ നമുക്ക് 2 ടൈപ്പ് അല്ലെങ്കിൽ 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. അതിലൊന്നാമത്തേതിനെ പറയുന്നത് സീസണൽ ബ്രീഡേഴ്സ് എന്നും രണ്ടാമത്തേതിനെ പറയുന്നത് കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്നുമാണ്. അപ്പോൾ എന്താണ് ഈ സീസണൽ ബ്രീഡേഴ്സും കണ്ടിന്യൂസ് ബ്രീഡേഴ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് വെച്ചാൽ, ദ സീസണൽ ബ്രീഡേഴ്സ് ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ്
ഡ്യൂറിങ് ദ ഫേവറബിൾ സീസൺസ് ഇൻ ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ്. അതായത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഫേവറബിൾ ആയിട്ടുള്ള സീസണിൽ മാത്രം റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് സീസണൽ ബ്രീഡേഴ്സിൽ ഇപ്പോൾ ഫ്രോഗ്, അതുപോലെ ലിസാർഡ്, അതുപോലെ തന്നെ മോസ്റ്റ് ഓഫ് ദ ബേർഡ്സ്, അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ഓൺലി വെൻ ദെയർ ഫേവറബിൾ സീസൺസ്, അല്ലെങ്കിൽ ഓൺലി ദ ഫേവറബിൾ സീസൺസ് ഇൻ ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ്. ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ വിളിക്കുന്ന പേര് സീസണൽ ബ്രീഡേഴ്സ്. ഫോർ എക്സാമ്പിൾ ഫ്രോഗ്, ലിസാർഡ്, മോസ്റ്റ് ഓഫ് ദ ബേർഡ്സ് എക്സെട്ര. എന്നാൽ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മാമൽസിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, മെജോറിറ്റി ഓഫ് ദ മാമൽസിനെ നമ്മൾ നോക്കിയാലും ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ത്രൂ ഔട്ട് ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ്. അതായത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിൽ ത്രൂ ഔട്ട് അത് റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ത്രൂ ഔട്ട് ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ് അത് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് കണ്ടിന്യൂവസ് ബ്രീഡേഴ്സ് എന്നാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ എന്താണ് മാമൽസ്, മോസ്റ്റ് ഓഫ് ദ മാമൽസ് ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ത്രൂ ഔട്ട് ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ്. അതിനെ വിളിക്കുന്ന പേര് കണ്ടിന്യൂവസ് ബ്രീഡേഴ്സ് എന്നാണ്. അപ്പോൾ സീസണൽ ബ്രീഡേഴ്സ് എന്നും കണ്ടിന്യൂവസ് ബ്രീഡേഴ്സ് എന്നും പറഞ്ഞ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻ ദ ഓർഗാനിസംസ് ദേ ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ഡ്യൂറിങ് ഫേവറബിൾ സീസൺസ് ഇൻ ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ്, ആൻഡ് കണ്ടിന്യൂവസ് ബ്രീഡേഴ്സ് ആർ റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ത്രൂ ഔട്ട് ദെയർ റീപ്രൊഡക്റ്റീവ് ഫേസ്. അപ്പോൾ ഇതാണ് സീസണൽ ബ്രീഡേഴ്സും കണ്ടിന്യൂവസ് ബ്രീഡേഴ്സും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്രയുമാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ മെക്കാനിസത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷനെക്കുറിച്ചും സെക്ഷുവൽ റീപ്രൊഡക്ഷനെക്കുറിച്ചും അതിൻ്റെ ഈ പ്രത്യേകതകളെക്കുറിച്ചും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള മറ്റ് മെക്കാനിസംസിനെ കുറിച്ചും എല്ലാം പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിൽ വരുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന മെക്കാനിസത്തിൻ്റെ ഈവൻസിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് അടുത്ത സെഷനിൽ നമുക്ക് പഠിക്കാം.